1947 ജൂൺ 24-ലെ ആ ഉച്ചതിരിഞ്ഞ് അമേരിക്കയിലെ വാഷിംഗ്ടൺ സ്റ്റേറ്റിൽ ആകാശം തികച്ചും തെളിഞ്ഞതായിരുന്നു. കെനത്ത് ആർണോൾഡ് എന്ന പൈലറ്റ് തന്റെ കോൾ എയർ സിറ്റി എക്സ്പോർട്സ് വിമാനത്തിൽ പറക്കുമ്പോൾ വാസ്തവത്തിൽ അദ്ദേഹം ഒരു UFO തിരയുകയല്ലായിരുന്നു, മറിച്ച് മൗണ്ട് റെയിനിയർ പർവ്വതനിരകളിൽ എവിടെയോ തകർന്നു വീണതായി പറയപ്പെടുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മറൈൻ കോർപ്സിന്റെ C-46 ട്രാൻസ്പോർട്ട് വിമാനം കണ്ടെത്താനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം. തിരച്ചിലിന് പ്രതിഫലമായി $5000 പ്രഖ്യാപിച്ചിരുന്നതിനാൽ ആർണോൾഡ് അതീവ ശ്രദ്ധയോടെയായിരുന്നു ഓരോ മലനിരകളും നിരീക്ഷിച്ചിരുന്നത്. പസഫിക് വടക്കുപടിഞ്ഞാറൻ മേഖലയിലെ അതിമനോഹരമായ കാലാവസ്ഥയിൽ ഏകദേശം 9200 അടി ഉയരത്തിൽ വച്ചാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെയും ലോക ചരിത്രത്തെയും മാറ്റിമറിച്ച ആ നിഗൂഢ ദൃശ്യം ആദ്യമായി കണ്ണിൽപ്പെടുന്നത്. പെട്ടെന്ന് വിമാനത്തിന്റെ കോക്പിറ്റിൽ ഒരു വലിയ പ്രകാശ പ്രതിഫലനമുണ്ടായപ്പോൾ മറ്റൊരു വിമാനം തനിക്കരികിലേക്ക് വരികയാണെന്നാണ് ആർണോൾഡ് ആദ്യം കരുതിയത്. എന്നാൽ ആകാശത്ത് നോക്കിയപ്പോൾ അദ്ദേഹം കണ്ടത് 9 വിചിത്രമായ വസ്തുക്കളെയാണ്. അവ പരമ്പരാഗത വിമാനങ്ങളെപ്പോലെ ചിറകുകളുള്ളവയായിരുന്നില്ല, പകരം പരന്ന വശങ്ങളുള്ളതും വെള്ളി നിറത്തിൽ തിളങ്ങുന്നതുമായിരുന്നു. അവ ഒരു പ്രത്യേക താളത്തിൽ കടലിലെ തരംഗങ്ങൾ പോലെ വായുവിൽ തെന്നി നീങ്ങുകയായിരുന്നു. ആർണോൾഡിന്റെ വിവരണമനുസരിച്ച് ആ വസ്തുക്കൾ ചന്ദ്രക്കലയുടെ രൂപത്തിലോ അല്ലെങ്കിൽ വശങ്ങളിൽ അല്പം മുറിച്ചുമാറ്റിയ തളികകൾ പോലെയോ ആണ് ഇരുന്നത്. വായുവിൽ അവയുടെ സഞ്ചാരം ഒരു പാത്രത്തിനു മുകളിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് തെന്നി മാറുന്നതുപോലെ അത്രയും സുഗമമായിരുന്നു. പൈലറ്റ് എന്ന നിലയിൽ തന്റെ അനുഭവ പരിചയം വെച്ച് ആർണോൾഡ് ആ വസ്തുക്കളുടെ വേഗത കണക്കാക്കാൻ ശ്രമിച്ചു. മൗണ്ട് റെയിനിയറിനും മൗണ്ട് ആഡംസിനും ഇടയിലുള്ള ദൂരം ആ വസ്തുക്കൾ എത്ര സമയം കൊണ്ട് മറികടക്കുന്നു എന്ന് അദ്ദേഹം തന്റെ ക്രോണോമീറ്റർ ഉപയോഗിച്ച് അളന്നു. അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലുകൾ പ്രകാരം അവ മണിക്കൂറിൽ 1200 മൈലിൽ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. അക്കാലത്തെ ഏറ്റവും വേഗതയേറിയ ജെറ്റ് വിമാനങ്ങൾ പോലും ശബ്ദവേഗതയേക്കാൾ താഴെയായിരുന്നു പറന്നിരുന്നത്, മണിക്കൂറിൽ ഏകദേശം 600 മൈൽ. അതിനാൽ തന്നെ ഇത്രയും ഉയർന്ന വേഗതയിൽ വിമാനങ്ങൾ പറക്കുക എന്നത് അക്കാലത്ത് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത ഒന്നായിരുന്നു. ഇത് കേവലം വിമാനങ്ങളല്ല, മറിച്ച് മറ്റെന്തോ അസാധാരണമായ സാങ്കേതിക വിദ്യയാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി. ഈ സംഭവം കഴിഞ്ഞ ആർണോൾഡ് വാഷിംഗ്ടണിലെ യാക്കിമയിൽ വിമാനമിറങ്ങിയപ്പോൾ തന്റെ അനുഭവം സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും പങ്കുവച്ചു. വൈകുന്നേരത്തോടെ പത്രപ്രവർത്തകർ ഈ വാർത്ത ഏറ്റെടുത്തു. ഈസ്റ്റർ ഒറിഗോണിയൻ പത്രത്തിലെ ഒരു റിപ്പോർട്ടറോട് ആർണോൾഡ് പറഞ്ഞു, അവ വായുവിൽ സഞ്ചരിക്കുന്നത് വെള്ളത്തിനു മുകളിലൂടെ തെന്നി നീങ്ങുന്ന ഒരു സോസർ പോലെയുണ്ട്. ഈയൊരു വിശേഷണമാണ് ഫ്ലൈയിങ് സോസർ അല്ലെങ്കിൽ പറക്കും തളിക എന്ന വാക്കിന് ജന്മം നൽകിയത്. ആർണോൾഡ് ആ വസ്തുക്കളുടെ ആകൃതിയല്ല, മറിച്ച് അവയുടെ ചലനത്തെയാണ് തളികയോട് ഉപമിച്ചത്. എങ്കിലും പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ പറക്കും തളികകൾ കണ്ടു എന്ന തലക്കെട്ടോടെ വാർത്തകൾ അച്ചടിച്ചു വന്നു. ഇതോടെ ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ ഭാവനയിൽ അന്യഗ്രഹജീവികളുടെ വാഹനമെന്നാൽ തളികയുടെ ആകൃതിയുള്ള ഒന്നായി മുദ്ര കുത്തപ്പെട്ടു. ആർണോൾഡിന്റെ വെളിപ്പെടുത്തൽ ഒരുതരം ഭ്രാന്ത് തന്നെ അമേരിക്കയിൽ സൃഷ്ടിച്ചു. വാർത്ത പുറത്തുവന്ന് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ അമേരിക്കയിലെ 48 സ്റ്റേറ്റുകളിൽ നിന്നും സമാനമായ കാഴ്ചകൾ കണ്ടതായി നൂറുകണക്കിന് ആളുകൾ റിപ്പോർട്ട് ചെയ്തു. ഇത് പത്രങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചു. സോവിയറ്റ് യൂണിയന്റെ എന്തെങ്കിലും രഹസ്യ ആയുധമാണോ ഇതെന്ന പേടിയും അക്കാലത്ത് നിലനിന്നിരുന്നു. ജനങ്ങൾ ആകാശത്തേക്ക് നോക്കി അത്തരം വസ്തുക്കൾക്കായി തിരച്ചിൽ നടത്താൻ തുടങ്ങി. ഈ വലിയ ജനശ്രദ്ധയാണ് UFO, അതായത് അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഓബ്ജക്റ്റ് എന്ന വിഷയം ഒരു പോപ്പ് കൾച്ചറായി മാറാൻ കാരണമായത്. കെന്നത്ത് ആർണോൾഡ് ഒരു വിശ്വസ്തനായ ബിസിനസ്സുകാരനും പരിചയസമ്പന്നനായ പൈലറ്റുമായതിനാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ തള്ളിക്കളയാൻ ആർക്കും സാധിച്ചില്ല. ആർണോൾഡിന്റെ കണ്ടെത്തൽ നടന്ന് കൃത്യം 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ന്യൂ മെക്സിക്കോയിലെ റോസ്വെല്ലിൽ മറ്റൊരു വിചിത്രമായ സംഭവം നടക്കുന്നത്. അവിടെയുള്ള ഒരു കൃഷിയിടത്തിൽ തകർന്നു വീണ അവശിഷ്ടങ്ങൾ ഒരു പറക്കും തളികയുടേതാണെന്ന് ആദ്യം സൈന്യം സ്ഥിരീകരിക്കുകയും പിന്നീട് അത് കാലാവസ്ഥാ ബലൂണാണെന്ന് തിരുത്തി പറയുകയും ചെയ്തു. ആർണോൾഡിന്റെ അനുഭവവും റോസ്വെൽ സംഭവവും ചേർന്നതോടെ അമേരിക്കൻ ഗവൺമെന്റിനുമേൽ വലിയ സമ്മർദ്ദമുണ്ടായി. ഈ സംഭവങ്ങൾക്ക് ശേഷമാണ് US വ്യോമസേന പ്രോജക്ട് സൈൻ, പ്രോജക്ട് ബ്ലൂ ബുക്ക് തുടങ്ങിയ ഔദ്യോഗിക അന്വേഷണ പദ്ധതികൾ ആരംഭിക്കുന്നത്. അന്യഗ്രഹജീവികൾ ഭൂമി സന്ദർശിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്താൻ ലോകം നിർബന്ധിതമായത് ഈയൊരു കാലഘട്ടത്തിലാണ്. ഇന്നും കെന്നത്ത് ആർണോൾഡിന്റെ അനുഭവം UFO പഠനങ്ങളിൽ ഏറ്റവും വിശ്വസനീയമായ രേഖയായി കണക്കാക്കപ്പെടുന്നു. അദ്ദേഹം കണ്ടത് വെറുമൊരു മിഥ്യാധാരണയല്ലെന്നുറപ്പിക്കാൻ അദ്ദേഹത്തിന്റെ പക്കൽ കൃത്യമായ രേഖകളും സമയക്രമങ്ങളും ഉണ്ടായിരുന്നു. ആധുനിക കാലത്ത് പുറത്തുവന്ന പെന്റഗൺ വീഡിയോകളും US നേവി പൈലറ്റുമാരുടെ വെളിപ്പെടുത്തലുകളും ആർണോൾഡിന്റെ പഴയ അനുഭവങ്ങളെ വീണ്ടും ചർച്ചകളിലേക്ക് കൊണ്ടുവരുന്നു. അദ്ദേഹം കണ്ടത് ആധുനിക ഡ്രോണുകളാണോ, ശത്രു രാജ്യങ്ങളുടെ പരീക്ഷണങ്ങളാണോ, അതോ യഥാർത്ഥത്തിൽ അന്യഗ്രഹജീവികളുടെ വാഹനങ്ങളാണോ എന്ന ചോദ്യത്തിന് ഇന്നും കൃത്യമായ ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല. എങ്കിലും ആധുനിക മനുഷ്യൻ ആകാശത്തെ അത്ഭുതത്തോടെയും സംശയത്തോടെയും നോക്കിത്തുടങ്ങിയത് 1947 ആ ജൂൺ മാസത്തിലെ സംഭവത്തോടുകൂടിയാണ്. കൂട്ടുകാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. നിങ്ങളുടെ ഒരു ലൈക്കും സബ്സ്ക്രൈബും എനിക്ക് വലിയൊരു പ്രോത്സാഹനമായിട്ടാണ് ഞാൻ കാണുന്നത്. മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി.